കെട്ടിട ഇടിഞ്ഞ് വീണിട്ട് വാർത്തക്കകത്ത് എല്ലാം വന്നു. ഒരുത്തിനെ വിളിച്ചു ചോദിക്കുക ഏത് മെഡിക്കോളേജിൽ ഇടിഞ്ഞു വീണത്. ഒരാഴ്ച എങ്ങാണ്ട് വർക്ക് ചെയ്തു. കൊറോണ സിഗ്നൽ ഇടിച്ച് നിർത്തി കളഞ്ഞു. ഒരു രക്ഷയും ഇല്ലാത്ത വെയിലും അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്തെ ട്രാഫിക്കും അതിനകത്ത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തമാർ ഈ കുത്തി കയറ്റിയിട്ട് കാണിക്കുന്ന പരിപാടി കാരണം ബാക്കിയുള്ളവരും പണിയും. ഓർഡോ ഒരു പുള്ളിക്കാരി ഓടിച്ച് പഠിക്കുന്നു. ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് ഇവര് പ്രാന്തുണ്ടോ ചുമ്മാ. സോ ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മല്ലു ടക്സിഡിയോത്തിസ്. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മുടെ എൻഡോർക്കലാണ്. സോ എൻഡോർക്ക് ഇപ്പോൾ 53,661 കിലോമീറ്റർ ഓടി. സോ കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഡ്യൂക്കുമായിട്ട് ചെറിയൊരു ഓഫ് റോഡിംഗ് ഒക്കെ പോയിട്ട് സ്റ്റക്കായി തിരിച്ചിറങ്ങി വന്നു. പിന്നെ നമ്മൾ വേറൊരു വഴിക്കടെ നമ്മൾ പോയി. സോ അന്ന് ഫുള്ള് ഞാൻ Insta360 ഷൂട്ട് ചെയ്തത്. ആൻഡ് വൈകുന്നേരം ആയതുകൊണ്ടും രാവിലെ ആക്ച്വലി ഞാൻ വേറൊരു കാര്യത്തിന് ഗോപ്രോ യൂസ് ചെയ്തുകൊണ്ടും ചാർജ് ഇല്ലായിരുന്നു ഗോപ്രോയ്ക്കകത്ത്. അതാണ് പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ചാർജ് ചെയ്യാനും പോകാനും ഉള്ളൊരു സമയം കിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോകുന്ന പിന്നെ ഇൻസ്റ്റയിൽ ചാർജ് ഉള്ളതുകൊണ്ട് Insta360 ആയിട്ട് അങ്ങ് പോയി. അതാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഹോപ്പ്ഫുള്ളി ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ അർത്ഥം മനസ്സിലാവുള്ളൂ. സോ അന്ന് നമ്മൾ ഓഫ് റോഡിങ് പോയിട്ട് വണ്ടിയുടെ ക്ലച്ചിന് ചെറിയൊരു പണി കിട്ടി. അങ്ങനെ കുറച്ച് കാര്യങ്ങളായി. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നിലവിലത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാ. റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാ. അപ്പം KTMൻ്റെ സർവീസിൽ വിളിച്ചപ്പം ഇന്ന് അവർ പറഞ്ഞു 2 ദിവസം താമസം എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് അഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്പെയർ മേടിക്കാൻ വേണ്ടി പോവാം കേട്ടോ, കോട്ടയത്തോട്ട്. പുള്ളി ആക്ച്വലി എവിടെയോ പോയേക്കുവാണ്. ഇതുവരെ അത് വണ്ടി ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഫ്യൂവൽ കുറവാണ്. അപ്പോൾ പിന്നെ ഫ്യൂവലും അടിച്ചുകൊണ്ട് വരാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ പ്രാവശ്യം ആലോചിക്കുന്നത് എന്തായാലും ക്ലച്ച് മാറുമ്പോഴത്തേക്കും ഓയിലും കൂടെ മാറേണ്ട വരും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോട്ടോളാണ് ഞാൻ ഒഴിച്ചത്. മോട്ടോൾ ഒഴിച്ചിട്ട് അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല കേട്ടോ. ടു ബി പ്രിസൈസ് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 2000 കിലോമീറ്റർ എടുത്തേ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്തായാലും മാറുമ്പോഴത്തേക്ക് ഓയിൽ മാറണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കാസ്ട്രോളിൻ്റെ പവർ 1 അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫുള്ളി സിന്തറ്റിക് ഓയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ബട്ട് ലെറ്റ് മീ സീ. കാരണം അതിവിടെ കിട്ടാൻ കുറച്ച് അവൈലബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇനി കോട്ടയം പോയി നോക്കണം, ചിലപ്പോഴേ കിട്ടുകയുള്ളൂ. അത് 100% ഉറപ്പും പറയാൻ പറ്റത്തില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് കാരണം അതൊന്ന് നോക്കേണ്ടി വരും. മോർ ഓവർ വണ്ടി ഒന്ന് അഴിച്ച് നോക്കാതെ എന്തായാലും പറയാനും പറ്റത്തില്ല. കാരണം എന്താണ് ശരിക്കും ക്ലച്ചാണോ പോയത് എന്താണോ പോയതെന്നുള്ളത് നമുക്ക് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് വെയിറ്റിങ്ങിലാണ്. ഞാൻ നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം എൻ്റെ ഗോപ്രോയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നിലവിൽ ഞാൻ സർവീസൊക്കെ ചെയ്ത് അവന്മാരെ ക്ലിയറായെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പിന്നെ ആ പ്രശ്നം വന്നു. പക്ഷേ ഇപ്പോൾ സോഫാർ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. എന്നാലും ഇടയ്ക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെ ഒരു ഇഷ്യൂ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കൊരു കൺഫ്യൂഷൻ എഗെയിൻ അങ്ങനെ വരുമോ. കാരണം നമ്മൾ ഒരുപാട് വ്ളോഗ് ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഡേറ്റ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പിന്നെ കാര്യമില്ലല്ലോ. അതുകൊണ്ടാട്ടോ. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ഫ്യൂൽ എം ടി ആകുമ്പോൾ തന്നെ ഫ്യൂൽ എം ടിയുടെ സിഗ്നൽ കാണിക്കുമ്പോൾ തന്നെ നിലവിൽ അടിക്കുന്നതാണ്. സോ ഞാൻ ഇതിന് ഈ ഒരു വണ്ടിക്ക് ടയർ പ്രഷർ നൈട്രജൻ ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പുറകിൽ 36 ഫ്രണ്ടിൽ 26 ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ അതാണ് നല്ലത്. ആൻഡ് ഞാൻ അതുപോലെ തന്നെ ഈ ഫ്യൂവൽ എം ടി ആയിട്ട് ഓടുന്നതിന് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. ബിക്കോസ് ഫ്യൂവൽ എം ടി ആയിക്കഴിഞ്ഞ് നിയറസ്റ്റ് പമ്പിൽ കയറാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്നലെ ഞാൻ തിരിച്ചു വരുമ്പോൾ അടിക്കാമെന്നൊക്കെ ഓർത്തായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഐ തിങ്ക് പുറകിലത്തെ ടയർ തീരാറായിട്ടുണ്ട്. എവിടെയെങ്കിലും പഞ്ചറുണ്ടോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. വല്ല സൂചി പഞ്ചറോ വല്ലോ. കാരണം കാറ്റ് കുറയുന്നുണ്ട്. കാറ്റ് 2-3 ദിവസം കൂടുമ്പോൾ കുറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അല്ല, കണ്ടമാനം കുറഞ്ഞായിരുന്നു. സാറിന് ഇതിന് പുറകു സൈഡിൽ ഞാൻ 36 ഫ്രണ്ടിൽ 26 ഇതിനടിക്കുന്നത്. ഇത്രയും കുറഞ്ഞത്. സോ ഇവിടെ വരുമ്പോൾ ഞാൻ തന്നെ കേട്ടോ സ്വന്തമായിട്ടാണ് ഇവിടെ നിന്ന് അടിക്കാറ്.
ഇത് ഞാൻ നോർമലി നമ്മൾ ഒരുപാട് നാളായിട്ട് വരുന്നൊരു പമ്പാണ്. എനിക്കൊരു സംശയമുണ്ട് എവിടെയെങ്കിലും പഞ്ചർ ഉണ്ടോയെന്ന്. ഇപ്പം നിലവിൽ കാണുന്നില്ല, നോക്കിയിട്ട് എവിടെ നിന്ന് എയർ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. ഇവിടെ ഒരു കട്ടുണ്ട്, ഇല്ല അവിടെ നിന്ന് ലീക്കൊന്നുമില്ല. എന്തായാലും നിലവിൽ നിയറസ്റ്റിലൊന്ന് കയറി നോക്കാം. ഫ്രണ്ടിൽ 26. ഐ തിങ്ക് ഫ്രണ്ടിലേതിനോ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രണ്ട് വേദനൊരു 2 പോയിൻറ്റിൻ്റെ വ്യത്യാസം. 24 ആയിരുന്നു. എന്നാടാ അത് ഡിക്രീസ് ആവുന്നില്ലോടാ, ഡിക്രീസ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ശരിടാ, പുറകിലത്തെ ടയറിന് ചെറിയ എവിടെയെങ്കിലും പഞ്ചറുണ്ടോ എന്നൊരു സംശയം. കുറയുന്നുണ്ട് കാര്യമായിട്ട്. നോക്കട്ടെ പോകുന്ന വഴിക്ക് പോയേക്കോ. സോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനി നിലവിൽ നേരെ പോയി നോക്കാം. സോ മോസ്റ്റ്ലി ഞാൻ ഫ്യൂവല് നൈറ പമ്പിൽ നിന്നാണ് അടിക്കാറ്. ബിക്കോസ് അവരുടെ പെട്രോൾ എനിക്ക് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മോസ്റ്റ്ലി എനിക്കിപ്പോഴും ഈ വണ്ടി ഒരു 53,000 കിലോമീറ്റേഴ്സ് ഓടിയതിന് ശേഷമുള്ളൊരു 50 അറൗണ്ട് എന്നാ പറഞ്ഞാലും മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട്. 50-55. അതും ആ പില്ലിയണയൊക്കെ വെച്ചാണ്. ഞാൻ സിംഗിൾ റൈഡ് മാത്രമല്ല, പില്ലിയണ വെച്ച് സിറ്റി പർപ്പസ് ആയിട്ടാണ് കേട്ടോ ഈ മൈലേജ് പറയുന്നത്, ഒരു 50-55 കിലോമീറ്റേഴ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏകദേശം 3 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ഏകദേശം പറയുവാണെങ്കിൽ ഒരു 162 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയായിരുന്നു. 162 കിലോമീറ്റേഴ്സ്. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ മൈലുണ്ട്. അതും ഞാൻ സിംഗിൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ പില്ലിയണ വെച്ചും പോകാറുണ്ട്, ഫാസ്റ്റായിട്ടും പോകാറുണ്ട്, എക്കോ മോഡിലും പോകാറുണ്ട്, പവർ മോഡിലും പോകാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കൂടിയാണ് ഞാൻ പറഞ്ഞൊരു 55 മൈലേജ് എനിക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോഴും. ആൻഡ് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും ഫ്യൂൽ എംപ്റ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഓടിക്കാതെ മാക്സിമം എത്രയും വേഗം തന്നെ പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. അതാണ് വണ്ടിക്ക് നല്ലത്. മൈലേജ് അതുപോലെ തന്നെ നല്ല രീതിയിൽ മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് ഈ ഒരു ഫ്യൂൽ എംപ്റ്റി കാണിക്കുമ്പോൾ തന്നെ പെട്രോൾ അടിക്കുക. കാരണം ഒരു മിനിമം ഫ്യൂൽ റിസർവിൽ കിടന്നാലേ ഉള്ളൂ മൈലേജും നല്ലപോലെ കിട്ടുകയുള്ളൂ വണ്ടിയിൽ. സോ കഴിഞ്ഞ വീഡിയോയുടെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ റോഡിലെ കുഴികളൊക്കെ വന്ന് ഞായറാഴ്ച ഇത് കണ്ടില്ല, ഇതുപോലെയൊക്കെ അടച്ച കാര്യം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്തോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞതല്ല. കാരണം നമ്മൾ വണ്ടി എടുക്കുമ്പോൾ 15 വർഷത്തെ ടാക്സ് ഒന്നിച്ചാണ് അടയ്ക്കുന്നത്. അപ്പം അറ്റ്ലീസ്റ്റ് നല്ല വഴിയെങ്കിലും ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ 10-15 വർഷത്തെ ടാക്സ് ഒന്നിച്ചടച്ച് നമ്മൾ ഈ വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ലൊരു വഴി, റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ വേണ്ടല്ലോ. ഒന്നാമത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കടന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി തെന്നും, എന്നിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇത്രയും വലിയ കുഴികളാവുന്നു. സോ അന്ന് ഇത്രയും നാളും ആ കുഴിയും കാര്യങ്ങളൊക്കെ കിടന്നിട്ട് അന്ന് തലേ ദിവസം അത്രയും മഴയുടെ ഇടയ്ക്ക് വന്ന് അവർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്യുകയോ കാര്യങ്ങൾ ചെയ്യുകയോ പറഞ്ഞതല്ല, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്ക് തെറ്റായി പോയി കാര്യങ്ങളായി പോയെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്ക്. ഞാനന്ന് ഭാരത് ബന്ദിൻ്റെ സമയത്ത് ഒന്ന് ഇറങ്ങിയപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മുടെ വേണ്ട വണ്ടി പണിയുന്ന സ്ഥലത്ത് എത്തി. നോക്കട്ടെ അത് അടിച്ചോ ഇല്ലയോ എന്ന് നോക്കട്ടെ. കാരണം പുള്ളി തന്നെ പൊക്കിയെടുത്തോണ്ട് പോയി. പുള്ളി പറഞ്ഞു, മോനെ സോറി, ഞാൻ അറിയാതെ ഫോണിലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല, അവനും ശ്രദ്ധിച്ചില്ല. നമ്മുടെ ആ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റേ മെഡിക്കൽ കോളേജിലോട്ട് പോവുകയല്ലേ ആ വഴി. പിന്നെ പുള്ളി ഒരു മര്യാദക്കാരനുമാണ്, പുള്ളി തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഓയിൽ മാറ്റാം. കാസ്ട്രോളിനെ മേടിച്ചാലോ? മൊത്തം കരിഞ്ഞ ഇത് മറ്റേ ഗേറ്റിന് ഒഴിക്കാവോ?
ഈ ഓയില്? അപ്പോൾ കുഴപ്പമില്ല, അത് മാറ്റി വെച്ചാൽ മതി. മറ്റേത് കൊണ്ടുവരുമ്പോൾ ആ മിച്ചമുള്ള ഓയില് യൂസ് ചെയ്യാത്ത അതിലേക്ക് ഒഴിച്ചാൽ ഫുള്ള് ലിക്വിഡ്. ഇപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് 1000 കിലോമീറ്റർ ആയില്ല. നിങ്ങൾ തന്നെയല്ല കഴിഞ്ഞ ദിവസം ചെയ്തു തന്നത്. സെക്യൂരിറ്റി പണിക്കാ അതിനാടാ നിർത്തിയേ? മടുപ്പായോ? മറ്റവൻ പറഞ്ഞാൽ എല്ലാ ജോലിയും ചെയ്ത് പഠിക്കണം, എന്നാലേ മറ്റേ ഇത് കറക്റ്റ് ഒരു എന്താ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലേടാ. ഞാൻ തുറക്കുമ്പോൾ അറിയാം എന്തായിരിക്കും അവസ്ഥ. വണ്ടി മേടിക്കാൻ എളുപ്പമാടേ, മെയിൻറ്റെയിൻ ചെയ്യാനാ ബുദ്ധിമുട്ട്. നോക്കാം. നീയും പോരടാ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഏറ്റുമാരെ കണ്ടിട്ട് വരാം. അതിനാ അവിടെ എൻ്റെ ഗേൾഫ്രണ്ട് വല്ലതും വരുന്നുണ്ടോ? അല്ല അനുവേട്ടാ. ആ അതിനാ ചോറ് ഫ്രീ ആയിട്ട് ഇടുന്നുണ്ടോ? അല്ല, മെഡിക്കൽ കോളേജില് കെട്ടിടം ഇടിഞ്ഞ് വീണിട്ട് വാർത്തക്കകത്ത് എല്ലാം വന്നു. ഒരുത്തിനെ വിളിച്ചു ചോദിക്കുക ഏത് മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണെന്ന്. ബെസ്റ്റ് അങ്ങനത്തെ ടീമാ അത്. ഇത് 6 പീസും കണ്ടിട്ടില്ല വരുന്നത് മൊത്തം. പോയിട്ടില്ല, എടുത്ത് കളയണ്ട. അത് 6 പീസാ 7 പീസം കണ്ടായിട്ട് വരുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അല്ല, ഞാൻ വളരെ സൂക്ഷിച്ച വണ്ടിയായിട്ട് പോകുന്നത്. അങ്ങനെ പീസ് ബൈ പീസാന്നാ പറഞ്ഞത് മൊത്തം. എല്ലാം മേടിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാ ഇത്? ഓയില്, ഓയിൽ ഫിൽട്ടർ, സാമ്പിൾ കൊണ്ടോണോ? ആ മൊത്തം കരിഞ്ഞു പോയില്ലേ? ഈ ഓയിൽ കണ്ടോ, കൊച്ചി കഴിഞ്ഞിട്ട് ഓയിൽമയം പോയില്ല. ഓ, ഇത്ര സാധനം മേടിക്കണം മൊത്തം? വെരി ഗുഡ്. ഒരു ഓഫ് റോഡ് പോയതാ. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞാൽ വരാട്ടമേട് പോയാൽ മതി. സോ ക്ലച്ച് ഫുള്ള് കരിഞ്ഞു പോയി കേട്ടോ, ഫുള്ള് കരിഞ്ഞു പോയി. ഇനിയിപ്പോൾ നിലവിൽ നേരെ ഏറ്റുമാനൂർ പോവാണ്. ഏറ്റുമാനൂർ പോയിട്ട് നിലവിൽ സ്പെയറും കാര്യങ്ങളും എല്ലാം മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഇവിടെ കുറവലങ്ങാട് പോകുന്ന വഴിക്ക് കുരിയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ആൻസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ അനൂപ് എന്ന് പറഞ്ഞ ആൾ, പുള്ളിനെ കൊണ്ടാണ് ഞാൻ പണി ചെയ്യിക്കുന്നത്. പുള്ളി ചെയ്യുന്ന പണിയെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല വൃത്തിയും വെടുപ്പോടെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ പലർക്കും കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ വണ്ടിക്ക് ആ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ഈ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. വെറുതെ പകുതി കംപ്ലയിൻറ്റിന് പൈസയും മേടിക്കും, നല്ല പണിയും തരും. അങ്ങനെ പല പ്രാവശ്യവും പലർക്കും സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ പുള്ളിനെ നമുക്ക് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ വന്ന് ചെയ്യിക്കാറുള്ളൂ. ഈവൻ ലാസ്റ്റ് ടൈം എനിക്ക് കോട്ടയം പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തത് ഇവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പുതിയ വണ്ടികൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും മോസ്റ്റ്ലി കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ എനിക്കിപ്പോൾ നിലവിൽ സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് സമയം ഇല്ല. അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ വൈകുന്നേരം കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ നാളെ എനിക്ക് വണ്ടിയുടെ ആവശ്യമുണ്ട് രാവിലെ തന്നെ. അപ്പോൾ എനിക്ക് വെളുപ്പിന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്.
അതുപോലെ തന്നെ തിങ്കളാഴ്ച എനിക്കൊരു നമ്മുടെ ഒരു മാരേജ് ഫംഗ്ഷനുണ്ട്. ചൊവ്വാഴ്ച എനിക്ക് ചിലപ്പോൾ ഒന്ന് കൊല്ലം വരെ പോകേണ്ടി വരും. ഞാൻ ബുധനാഴ്ച പാലായിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം എല്ലാം കൂടി എൻ്റെ ഷെഡ്യൂൾ ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുറത്തുനിന്ന് ചെയ്യിച്ചത്. അപ്പം നാളെ രാവിലെ എനിക്ക് പോകേണ്ട വന്നു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച വണ്ടി കിട്ടുന്നെങ്കിൽ എനിക്ക് എല്ലാം കൂടെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എമർജൻസി ആയതുകൊണ്ടാണ് പുറത്തുനിന്ന് ഞാൻ ചെയ്യിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു വണ്ടിയുടെ ഹോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു. അതും കൂടെ ഒന്നിച്ച് മേടിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പരിപാടി നടക്കും, കാര്യങ്ങൾ എളുപ്പമുണ്ട്. സോ അതാണ് ഇന്നത്തെ ഒരു ഫുൾ പരിപാടി. ഇന്ന് പിന്നെ എന്നിട്ട് വൈകുന്നേരം വേറൊരു പരിപാടി ഉണ്ട്, അതിന് എന്തായാലും ഡെഫിനറ്റ്ലി പോകണം. ഇവിടെയാണ് ഇത്രയും ജാമ്. അല്ല ഏറ്റുമാനൂർ ഇവിടെ എന്താ ഇത്ര വലിയ ജാമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ? ഈ റൗണ്ട് ബോർഡിന് ഇവിടെ ഇനി വല്ല ആക്സിഡൻറ്റ് വല്ലതും നടന്നോ? അത് CD അപ്ലൈഡ് ഫോർ അതാണ് നമ്പർ പ്ലേറ്റ് CD അപ്ലൈഡ് ഫോർന്ന് ചോദിക്കുന്നത്. അല്ല ഇത്രയും ട്രാഫിക് ഇവിടെ, ഇത്രയും ജാമ്. അല്ല എന്നാൽ പോലും ഒരു ആംബുലൻസ് പോലും പോകാത്ത രീതിയിൽ ഇവിടെ സിഗ്നൽ ഇവിടെ ഈ സിഗ്നൽ പണിത് വെച്ചേക്കുന്നത് ഒരാഴ്ച എങ്ങാണ്ട് വർക്ക് ചെയ്തു. കൊറോലങ്ങാട് സിഗ്നലാണെങ്കിൽ ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇത്രയും കാശ് മുടക്കി സാമാനം വെറുതെ വെച്ചിട്ട് ഒരു യൂസേജും ഇല്ല. അതിനേക്കാളും അത് വേണം അവിടെ പോലീസുകാരൻ പാവം മറ്റേ വെയിലും കൊണ്ട് അവിടെ നിൽക്കുന്നു. ആൾക്കാർക്ക് ക്ഷമയില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലപ്പടി ഈ ജാം ഉണ്ടാകുന്നത്. ഒരാവശ്യമില്ല അത്. അതിത് ഭയങ്കര ഇത്രയും നേരമായിട്ട്. കാരണം മറ്റേ അമ്പലത്തിലൊക്കെ ബാക്കിൽ നിന്ന് പോലെ ജാം ആവുമെന്ന് പറഞ്ഞാൽ അത് ഇത്രയും ടൗണിൽ അത് എന്ന് പറയാൻ നേരെ കോട്ടയം പോകുന്ന വഴി, അവിടെ നിന്ന് പിന്നെ മെഡിക്കൽ കോളേജ് പോകുന്ന വഴി മൊത്തം കൂടെ ഇവിടെ ജാം ആയി കഴിഞ്ഞാൽ മൊത്തം ജാമോ. എടാ അവിടെ ഒരു ലോറി ഉണ്ടോ? ഐ തിങ്ക് ആ ലോറിക്ക് എന്തോ പണി കിട്ടി, അതാണ് ഇത്രയും ജാമ്. നമ്മൾ സ്ഥിരമായിട്ടും സ്പെയർ മേടിക്കുന്ന കട അവിടെ നിന്ന് മാറ്റി ഇവിടെ അതിരമ്പുഴ റൂട്ടിലേക്ക് വെച്ചപ്പോൾ അങ്ങനെ സ്പെയർ മേടിക്കാൻ വന്നപ്പോൾ ഒട്ടുക്കത്തെ ട്രാഫിക്, 1.5 ട്രാഫിക്. അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, അമ്മാതിരി ട്രാഫിക് ആയിട്ട് ഇവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഐ തിങ്ക് അതിൻ്റെ ഫ്രണ്ടിലൊരു ലോറി കിടപ്പുണ്ട്, അതിൻ്റെ പഞ്ചറാവും എന്തോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. സോ അങ്ങനെ നമ്മുടെ ഡ്യൂക്കിൻ്റെ സ്പെയർ എല്ലാം മേടിച്ചു. ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, ഓയിൽ ഫിൽട്ടർ, അതുപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ മേടിച്ചു. അതുപോലെ ഓയിൽ മേടിച്ചു. മോട്ടികളുടെ തന്നെ 7100 20W50 തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഓയിൽ തന്നെയാണ്. കോംബോ കിട്ടിയില്ല, എൻജിൻ ഫ്ലഷ് അതുകൊണ്ട് കിട്ടിയില്ല. അതിനിപ്പം എന്തെങ്കിലും അതിനെ നോക്കാം. പിന്നെ ഹോൺ മേടിച്ചു. പിന്നെ അഡീഷണലി ഞാൻ ഒരു കൂളൻറ്റും 1 ലിറ്ററിൻ്റെ മേടിച്ചു. അതുപോലെ തന്നെ ഒരു സ്പാർക്ക് പ്ലഗ്, NGKയുടെ സ്പാർക്ക് പ്ലഗും മേടിച്ചു. കാരണം NGKയുടെ സ്പാർക്ക് പ്ലഗാണ് കുറച്ചുകൂടെ ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസും കിട്ടും, പെർഫോമൻസും കിട്ടും. അതുകൊണ്ട് അത് ഇപ്പോൾ 25,000 ആവാറായി ഓൾമോസ്റ്റ്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് മാറുന്നതാണ് നല്ലത്. സോ ഈ കാര്യങ്ങളൊന്നും ആരും തന്നെ പറയുകയല്ലോ നിങ്ങളോട്. പക്ഷെ നിങ്ങളുടെ ഒരു ഐഡിയോളജി വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു 20,000-25,000 സ്പാർക്ക് പ്ലഗ് മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഇവിടെ അഗെയിൻ ആ ലോറി കാരണം ട്രാഫിക്കാണ് മൊത്തം കൂടെ. സോ ഇവിടെ ഇനിയിപ്പോൾ ട്രാഫിക്ക് ഇവിടെ ഞാൻ ഓർത്തുന്നതിൽ ഇവിടെ വന്നു. എന്നാൽ പിന്നെ ഞാൻ ഓർത്ത് മാർക്കറ്റിൽ കയറി വീട്ടിലേക്ക് എന്തെങ്കിലും കണ്ടൊരു സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അങ്ങ് പോവാം. അപ്പോൾ പിന്നെ ഇനി രണ്ടാമത് പിന്നെ വരവ് നടക്കില്ല. അപ്പോൾ പിന്നെ ഓൾറെഡി ഇപ്പം അങ്ങ് മേടിക്കുകയാണെങ്കിൽ ആ പണിയും കൂടെ അങ്ങ് തീരുമല്ലോ. സോ അങ്ങനെ മൊത്തം കൂടെ നമുക്ക് ഡ്യൂക്കിൻ്റെ ബില്ല് വന്നത് 3,500 സംതിങ് രൂപയാണ് മൊത്തവും കൂടെ ബില്ല് വന്നേക്കുന്നത്. എന്തായാലും ലിസ്റ്റിലില്ലാത്ത 1-2 സാധനങ്ങൾ മേടിച്ച് വെച്ചു. ഇനിയിപ്പോൾ അതിനുവേണ്ടി പിന്നെ വരണ്ടല്ലോ, അങ്ങ് മാറിയൊക്കെ ഒന്നിച്ച്. ഇനിയിപ്പോൾ നിലവിൽ നേരെ വർക്ക്ഷോപ്പിൽ പോകുന്നു, കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഒരു രക്ഷയും ഇല്ലാത്ത വെയിലും അതിൻ്റെ ഇടയ്ക്ക് ഒടുക്കത്തെ ട്രാഫിക്കും അതിൻ്റെ അകത്ത് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലാത്തമാർ ഈ കുത്തിക്കയറ്റിയിട്ട് കാണിക്കുന്ന പരിപാടി കാരണം ബാക്കിയുള്ളവന് പണിയും. മനസ്സിലായോ? വണ്ടി ഓടിക്കാനും സൈസ് നോക്കി ഓടിക്കാനും അറിയത്തില്ലാത്തമാരുടെ പ്രശ്നമാണ് ഇത് മുഴുവനും വരുന്നത്. മനസ്സിലായോ? വണ്ടിയുണ്ടോ? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇനിയിപ്പോൾ ഇതിലേ അങ്ങ് കയറിപ്പോവാം. ഇനി ഇത് ഇറക്കി കൊടുത്താൽ ഇങ്ങോട്ട് പോരെ, ഇച്ചിരി മാറുന്നു ബ്രോ. അങ്ങ് ഇറക്കി കൊടുക്കട്ടെ, വണ്ടി പോകത്തില്ല പുറകിലത്തെ. ആ സൈസ് അങ്ങ് പറഞ്ഞു കൊടുത്തടാ. ഒരു മിനിറ്റ് നിൽക്കേ. പോരട്ടാ.
ഒരു പുള്ളിക്കാരി ഓടിച്ച് പഠിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ ആരും പോകത്തില്ല. ആ, അതൊരു പാവം പുള്ളിക്കാരിക്ക് അങ്ങനെ ഓടിച്ച് വലിയ ശീലമില്ല, അതാ പറ്റിപ്പോയെ. അല്ല, അത് എന്നാ അറിയാടാ, എക്സ്പീരിയൻസ് കുറവിൻ്റെയാ സംഭവം. നമ്മളിപ്പോൾ ചെറുപ്പം മുതൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏത് സൈഡിൽ കൂടെയും ഏത് ചെറിയ ഗ്യാപ്പിൽ കൂടെയും നമുക്ക് കയറി പോകാൻ എടുക്കാനും പറ്റുന്നത്. അപ്പം നമ്മുടെ അതേ സാഹചര്യം ആയിരിക്കില്ല പലരുടെയും. അപ്പോൾ അവരിപ്പോൾ ഓടിച്ച് പഠിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, എടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അവർ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്താലേ സമയം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടടുത്ത് ക്ഷമിച്ചു കൊടുക്കണം. അല്ലാതെ നമ്മളെല്ലാവരോടും ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളും പോക്കുണ്ടാകത്തില്ല, അവരും പോക്കുണ്ടാകത്തില്ല. മനസ്സിലായോ? നമുക്ക് യൂട്ടാണ് എടുക്കേണ്ടത്. ഇതിൽ പോകാൻ വഴി വല്ലതും ഉണ്ടോ? അവിടെ കയറാൻ പറ്റത്തില്ല അല്ലേ? ഒരു ഗ്യാപ്പ് കിട്ടുമായിരുന്നെങ്കിൽ കയറാമായിരുന്നു. അങ്ങോട്ട് ഗ്യാപ്പില്ലല്ലോ. അങ്ങോട്ട് ഗ്യാപ്പുണ്ടോ? ഓക്കെ, ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടില്ല, എല്ലായിടത്തും ജാമാ, കംപ്ലീറ്റ്ലി ജാമ്. എന്താണോ ഇത്രയും ജാം ഇവിടെ? നീ ആ ലോറി മാറ്റിയില്ലേ? കുറേ വണ്ടി ഉണ്ടോ? ഇല്ലല്ലോ. നമുക്കതിലേക്ക് ഇറങ്ങി പോവാടോ. ഇല്ല, അല്ലാതെ ഇപ്പം തന്നെ നീണ്ടൂർ പോകാനാണോ? നല്ല പണിയാ, ഫുൾ ജാമാ. ഇല്ലില്ല, അതിലെ പോകത്തില്ല. ആ വഴി അടച്ചിട്ട് അതടച്ചു. എവിടെന്നാ വരുന്നേ? ആ, അവിടെന്ന്. ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഞാൻ പറയണത് അതിലേ അങ്ങ് പോടാം, അത് ഏറ്റവും നല്ലത്. അവിടെ നമുക്ക് ആ യു പോലെ അങ്ങ് തിരിച്ചിട്ടേ, ആ വണ്ടിയുടെ ഗ്യാപ്പിൽ കയറി യു അങ്ങ് തിരിച്ചിട്ടേ നമുക്ക് വഴി ഉണ്ടാക്കിയെടുക്കാം. അത് നടക്കുള്ളൂ. ഇപ്പോൾ റോങ് സൈഡാണ്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിലങ്ങ് കയറാം. കയറിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ശകലം പുറകിലോട്ട് വെക്കാവോ ചേട്ടാ? ശകലം പുറകിലോട്ട് വെക്കാവോ? ശകലം പുറകിലോട്ട്. അവിടെ ബ്ലോക്കാണോ? ഭയങ്കര ഇതാണല്ലോ കോമഡി. ഇതുപോലെ ട്രാഫിക് ജാമോ? നമുക്ക് അതിലേക്കടെ ഇറങ്ങി പോകാൻ വഴിയുണ്ടോ? അയ്യോ, അതൊന്നും ആവശ്യമില്ല. നമ്മൾ ഇടത്ത് പിടിച്ചാലും വലത്തോട്ട് പിടിക്കും, അത് വേറെ കാര്യം. ഓഫ്, ആ പൊന്നടാവേ. ഏതാണ്ട് മറ്റേ പ്രൈവറ്റായിട്ട് റെൻ്റ് കാർ എടുത്തുകൊണ്ട് വന്ന മുതലാ. എന്താടാ ട്രാഫിക്. ഇസൂസു ഒക്കെ പുള്ളിക്ക് ഇടത്തോട്ടാണ് പോകണ്ട. ഇത് മറ്റേ പുതിയ മോഡൽ ഡിസ്പ്ലേ വന്ന മോഡലാ അല്ലേ? ഓക്കെ, നല്ല കളർ കേട്ടോ. കയറ്റി വെച്ചോ, കുഴപ്പമില്ല. ആ മറ്റേ ഡിസ്പ്ലേ വന്നു, മറ്റേ RPM മീറ്ററൊക്കെ വന്നു, നല്ലതാ. ടോഗിൾ സ്വിച്ചൊക്കെ വന്ന്. ഇത് പുതിയ കളറുവാ. ഹൈറ്റും കുറവാ, പക്ഷെ ആക്റ്റീവ ഹൈറ്റ് കുറവാ. പക്ഷെ ഇത് എടുക്കുമ്പോൾ അലൈ വീൽ എടുക്കാവുള്ളൂ, മറ്റേ വീൽ എടുക്കരുത്. ഡ്രം വീലിന് ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്നാ അറിയാമോ? തുരുമ്പ് പിടിക്കും. ഈ ആക്റ്റീവയുടെ പുതിയ മോഡലിൻ്റെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റാണ്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് പോകാനുള്ളവന്മാർ വരെ റൈറ്റിലാണ് നിൽക്കുന്നത്. അതാണ് ട്രാഫിക്കായിട്ടിരിക്കുന്നത് മൊത്തം. അത് തന്നെ. ഈ വലത്തോട്ട് ഇടത്തോട്ട് പോകാനുള്ളവന്മാരെല്ലാം ഈ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വഴി അറിയത്തില്ല. ആ ലോറി മാറിയതിൻ്റെയൊന്നുമല്ല ഇപ്പം, നല്ലൊരു വേറെ എന്തോ കാര്യമാണ്. അത് തന്നെ, മൊത്തവും കൂടെ വള്ളിയായി. എന്നാ ചെയ്യാനോ ഓർത്തോണേ. അതാണ്. ആംബുലൻസും വരുന്നുണ്ട്. അതെ, കയറിക്കോ.
നമുക്ക് ഇതിലെ ഗ്യാപ്പിൽ എവിടെയെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കാം. ഓ ഇതിലെ ആ കുഴപ്പമില്ല. എൻ്റെ പൊന്നടാവേ, ഫോ 1 മണിയായിട്ടോ. 10 മിനിറ്റ് കൊണ്ട് വീടിട്ടുണ്ട്. 1 മണിയായി. ആംബുലൻസ് പോലും പോകത്തില്ല. വലത്തല്ല, ഇടത്തോട്ടടിച്ച്. അല്ല ഇതങ്ങ് കഴിഞ്ഞ ക്രോസ് ചെയ്തങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഓ എൻ്റെ പൊന്നോ, ഇമ്മാതിരി ട്രാഫിക്ക്. ആ പോലീസുകാരനാണെങ്കിൽ കണ്ണാടിയൊക്കെ വെച്ച് വെയിലത്തല്ല, ഫുൾ അടിപൊളി വൈബ്, സെറ്റ് വൈബ്. ആ അതേട്ടാ ഏതാണ്ട് മന്ത്രി വരുന്നുണ്ട്. മന്ത്രിയൊക്കെ അവിടെ വഴി ഇരിക്കട്ടെ. ആ ഇവിടെ ജനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഓ അങ്ങനെ മന്ത്രിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാ സ്പെഷ്യൽ വഴി ഒരുക്കി അങ്ങ് കൊടുക്കുന്നത്. ആ ആ നാട്ടുകാരനുഭവിക്കുന്ന പോലെ തന്നെ. ആ പിന്നെ മന്ത്രിക്ക് പോവാം. കേരള സ്റ്റേറ്റ് 32. പിന്നെ ഇത്രയും ട്രാഫിക്കിൻ്റെ അത് അല്ല അവിടെ ചെല്ലുമ്പോൾ എന്തായാലും 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടം വരെ ട്രാഫിക്കാണ് ഫുള്ള്. നമ്മുടെ നാട്ടിലിപ്പം ഏറ്റുമാനൂർ അമ്പലം എത്താറായിട്ടോ. അതുകൊണ്ടല്ലേ ആൾക്കാർ മുഴുവൻ എക്സ്ട്രാ ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ടേ ഒന്നുകൂടെ ട്രാഫിക്ക് കൂടും. അതാണ് വേറൊരു പരിപാടി. അതുകൊണ്ട് അടുത്ത ഇതെന്തോടി ബസ്സൊക്കെ ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് അവൻ തിരിയാൻ നിന്നതാ. അപ്പോൾ മറ്റവനും അഹങ്കാരം. ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അവിടെ നിർത്തി ആ കാറുകാരെ കയറ്റി വിട്ടില്ലെങ്കിൽ ആ മണിക്കൂറുകളോളം അവരവിടെ നിൽക്കും. ആരെങ്കിലും നിന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ജസ്റ്റ് KSRTC ഇത്രയും ട്രാഫിക്കിന്റെ ഇടയ്ക്ക് ഇവര് പ്രാന്തുണ്ടോ? ചുമ്മാ ഇത്രയും ട്രാഫിക്കാണ്. ഇത്രയും ബോധമില്ലാത്തവന്മാരെ KSRTCയിൽ വണ്ടി ഓടിക്കുന്നു കേട്ടോ. ഇത്രയും ട്രാഫിക്കിന്റെ ഇടയ്ക്ക് അവിടെ മുതലേ ട്രാഫിക്കാ. ചെറിയ വണ്ടി പോരുന്നാലോ വലിയ വണ്ടിയായിട്ട് ഇങ്ങനെ പോരുക. പിന്നെ ഈ KSRTCക്ക് തന്നെ 2 കൊമ്പുണ്ടോ? നമ്മൾ തന്നെ ആൾക്കാർ മുഴുവൻ അവർ വരുമ്പോൾ തന്നെ മാറിക്കൊടുക്കണം അങ്ങോട്ട്. ഞാൻ എൻ്റെ ലൈനിലാണ്, നീ ആ ഓപ്പോസിറ്റ് വന്നു. പുള്ളി ഏതാണ്ട് ഇടത്തോട്ട് സിഗ്നൽ ഇട്ടിട്ടുണ്ട്. എപ്പോൾ തിരിയുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്നു കേട്ടോ. സോ അങ്ങനെ ഫൈനലി ഈ ട്രാഫിക്കിൽ നിന്ന് റിലീഫായി നമ്മളിങ്ങനെ പോകുന്നു. റിലീഫായിട്ട് ഇങ്ങനെ പോകുന്നു. അത് ഭയങ്കര ഹെക്ടിക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ട്രാഫിക്കായിരുന്നു കേട്ടോ. കാരണം ഒരു രീതിയിലും ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ലായിരുന്നു. അമ്മാതിരി ട്രാഫിക്ക്. അയ്യോ അപ്പം നിങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ മഴക്കാറ് ചെറുതായിട്ട് നിൽക്കുന്നുണ്ടാന്ന് തോന്നുന്നു. നല്ല തണുത്ത കാറ്റും കൊണ്ട് നല്ല സെറ്റ് വൈബും. അയ്യോ ഒന്നും പറയണ്ട, ട്രാഫിക്കിൽ അത് വെയിലത്ത് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിപ്പോയി. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് വരാമല്ലോ, തൊട്ടടുത്താണല്ലോ എന്ന് കരുതിയിട്ട് ഞാനാണെങ്കിൽ മറ്റേ ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തുമില്ല. ജാക്കറ്റ് എടുത്തിരുന്നെങ്കിൽ പുഴുങ്ങിയാനെ. ഞാനാണെങ്കിൽ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് അത് കുറച്ച് നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ, 1 2 3 പരിപാടിയല്ലേ ഉള്ളൂ. പെട്ടെന്ന് പടപടയും തീർത്തേക്കാന്നൊക്കെ ഓർത്ത്. ഇതിപ്പോൾ നമ്മൾ വേണ്ട വർക്ക്ഷോപ്പ് എത്താറായി. വർക്ക്ഷോപ്പിൽ ചെല്ലുന്നു, സാധനം കൊടുക്കുന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അതും കൂടെ പോകുന്ന വഴിക്ക് കൊടുത്തിട്ട് അങ്ങ് പോകാം. അപ്പോൾ അങ്ങനെ എളുപ്പമുണ്ട് പരിപാടി. 1.5 ലിറ്ററിൻ്റെ തന്നെ മേടിച്ചത്. 400ഓളം വേണ്ടേ, അത് സ്പെയർ കൊണ്ടുപോയത്. പിന്നെ ക്ലച്ചും പ്രഷർ പ്ലേറ്റും സ്പാർക്ക് പ്ലഗ് മാറിയൊക്കെ 25,000 ആകാറായില്ലേ. പിന്നെ സ്പാർക്ക് പ്ലഗ് എവിടെ നിന്നാണ് ഊരുണ്ടെന്നാണ് ആലോചിക്കുന്നത്. 1 ആണോ 2 ആണോ വരുന്നതിന്? അതല്ല, ഇതിനിടയ്ക്കൂടെ സ്പാർക്ക് കിടക്കുമ്പോൾ ഇത്രയേ സമയം ഇരിക്കട്ടെ. റീസൺ നല്ല കണ്ടെത്താനില്ല.
കൊണ്ടുപോകേണ്ട വരും പോകുമ്പോൾ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗ്. കംപ്ലീറ്റ്ലി എന്തായാലും മേടിച്ച് നന്നായി. സോ ഇതിന് ഒറിജിനൽ ബോഷിൻ്റെ വരുന്നത്, പക്ഷെ നമ്മൾ ഇട്ടത് NGKയുടെയാണ്. ഇല്ല മാറിയിട്ടില്ല, ഇത് ആദ്യത്തെ മാറ്റാം. ആദ്യം ഞാൻ ചെയ്യാം കവർ നിങ്ങെടുത്ത്. സോ ഇതാണ് ഇട്ടത്. ഈ ബോഷിൻ്റെ എത്ര വരുന്നത്? 100 രൂപയോ 130 രൂപ. ഇതിനെത്ര 150 160 അങ്ങനെയുണ്ടാവും. പക്ഷെ ഇത് നല്ലതാണ്. ഇത് ഇറഡിയോവും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ, ലോ ഫ്യൂവൽ കൺസംഷൻ, ബെറ്റർ ആക്സലറേഷൻ, ഇൻസ്റ്റൻറ്റ് സ്റ്റാർട്ട്, സോ ഹൈ ഇനേബിലിറ്റി, അതുപോലെ തന്നെ മൈലേജ് ഒക്കെ കുറച്ച് ഇൻക്രീസ് ആവും, പെർഫോമൻസ് കുറച്ചുകൂടെ കൂടും. അപ്പോൾ അത് കാരണം ഇത് ഇട്ടത്. അപ്പോൾ പെർഫോമൻസ് വേണ്ടവർ ഈ സാധനം ഇടുക, ഈ സാധനം NGK. സോ മോസ്റ്റ്ലി നോർമലിനേക്കാൾ ഒരു 10-30 രൂപ 50 രൂപ കൂടുതലാണ്, അത്രേ ഉള്ളൂ. സോ ഹോണും അങ്ങനെ മാറി, നോർമലാണ് വെച്ചത്, റൂട്ട്സ് ഒന്നും വെച്ചില്ല, നോർമലാണ് വെച്ചത്. സോ ഹോൺ മാറി. ഞാൻ വേണ്ട ഈ ഒരു സാധനം കേട്ടോ, ഹൈബ്രിഡിൻ്റെ നമ്മുടെ മോട്ടോറിൻ്റെ കൂളൻ്റ് 1 ലിറ്റർ മേടിച്ചു. 1 ലിറ്ററിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ട് ടോപ്പപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ ഓർത്തു ഇരുന്നോട്ടെ, ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ ഫൈനലി ക്ലച്ച് പ്ലേറ്റും പ്രഷർ പ്ലേറ്റും എല്ലാം മാറി, വണ്ടി ഒന്നുകൂടെ സ്മൂത്തായിട്ടോ. എൻജിൻ ഓയിൽ പുതിയതിട്ടു, ഫിൽട്ടർ പുതിയതിട്ടു, ഹോൺ പുതിയത് വെച്ചു, ഒന്നുകൂടെ വണ്ടി നല്ല സ്മൂത്തായി. ആൻഡ് അടിപൊളി, ഒന്നും പറയാനില്ല. സോ ഞാൻ ബേസിക്കലി ഇങ്ങനെ പണി ചെയ്യുന്നതിനോട് റെക്കമെൻഡ് ചെയ്യത്തില്ല, ബിക്കോസ് ഇതെനിക്ക് അത്ര എമർജൻസി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പണി ചെയ്തത്. ഹൗ ഫാന്റാസ്റ്റിക്. വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിട്ടോ. എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഗിയർ ഷിഫ്റ്റിങ്ങിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ്. റിഫൈനായിട്ടോ. ആ NGKയുടെ സ്പാർക്ക് പ്ലഗുകൾ ഇട്ടപ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ല അടിപൊളിയായി വണ്ടി. കംപ്ലീറ്റ്ലി റെഡിയായി, സെറ്റായി. എന്തായാലും ഞാനിപ്പോൾ നിലവിലൊന്ന് ജസ്റ്റ് ഇതൊരു ട്രയൽ റണ്ണാണ്. അത് കഴിഞ്ഞൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടിച്ച് നോക്കാൻ വേണ്ടി ഒന്നുകൂടെ പോകണമെന്ന് ഓർത്തിരിക്കുകയാണ്. വണ്ടി ഓവറോൾ നല്ല സ്മൂത്തായിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നല്ല സ്മൂത്തായി, സെറ്റ്, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ആൻഡ് എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ സ്മൂത്തായി, പഴയതുപോലെ തന്നെ, പഴയതിനേക്കാളും ഒന്നുകൂടെ നല്ലപോലെ സ്മൂത്തായി. ആൻഡ് സ്പാർക്ക് പ്ലഗും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്തു, കാര്യങ്ങളെല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ കൂളൻ്റ് ആക്ച്വലി ഇത് തുറക്കാൻ വേണ്ടിയുള്ള ടൂൾസ് നോക്കിയിട്ട് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ടൂൾ ബോക്സ് വീട്ടിൽ വെച്ചായിരുന്നു, ഇതിൻ്റെ കൂടെ വരുന്ന ടൂൾസ്. ആ കാര്യത്തിൽ എനിക്ക് KTMനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിന് ഇവർ തന്നെ ടൂൾസ് തരുന്നതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ ഹോൺ കംപ്ലീറ്റ്ലി പുതിയത് ഇട്ടു, അതുപോലെ തന്നെ ബാക്കി എൻജിൻ ഓയിലും കാര്യങ്ങളെല്ലാം പുതിയത് ഇട്ടു, എല്ലാം സെറ്റായി. ആൻഡ്
അപ്പം നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ്ലി പണി കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച് നോക്കിയാൽ എനിക്ക് വേറെ ഡിസ്കംഫർട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ 2-3 കിലോമീറ്റർ ഓടിച്ച് നോക്കി, നല്ല അത്യാവശ്യം നല്ല പറത്തി നോക്കി, എല്ലാം ഓക്കെ സെറ്റ്. ഇനിയിപ്പോൾ നിലവിൽ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയിട്ട് നിലവിൽ കുറച്ച് പരിപാടിയുണ്ട്. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി പോകണം, കാര്യങ്ങൾ ചെയ്യണം. അപ്പം വീഡിയോ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ. സോ ടോട്ടൽ എനിക്ക് ചിലവ് വന്നത് 3500 രൂപയാണ് ഫുൾ സ്പെയർ മേടിച്ചതിന്. അപ്പോൾ അതിൽ ഒരു 200 രൂപ ഡിസ്കൗണ്ട് വന്നു, നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതുകൊണ്ട്. ആൻഡ് ലേബർ അത് 250 രൂപ എൻ്റെ നിന്ന് മേടിച്ചോളൂ. നമുക്ക് സ്ഥിരമായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് 250 രൂപ മേടിച്ചോളൂ. ആൻഡ് വർക്ക് ഈസ് A1. So see you in the next video. Till then, take care. Bye bye guys. See you soon.